ആ കുട്ടിയുടെ മനസ്സിൽ വല്ലാത്തൊരു വിഷമവും അമ്മ ഇനി എന്ത് പറയും, അമ്മ എങ്ങനെ ഈ കാര്യത്തെ കൈകാര്യം ചെയ്യും എന്നൊക്കെയുള്ള ഒരു വേവലാതി ആ കുട്ടിയുടെ പെരുമാറ്റത്തിൽ ഉണ്ടായിരുന്നു. അമ്മ ഇത് കണ്ടപ്പോൾ മോനോട് പറഞ്ഞു, അയ്യോ മോൻ്റെ കയ്യിൽ നിന്ന് കുപ്പി നിലത്തുകൊണ്ട് പൊട്ടിയല്ലേ, പോട്ടെ സാരില്ല, എന്തായാലും വെള്ളം നിലത്തായിട്ടുണ്ട്. മോൻ എന്ത് ചെയ്തോ, കുറച്ചു നേരം ആ വെള്ളത്തിൽ കളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ വീണ്ടും വർക്ക് ഏരിയയിലേക്ക് തന്നെ തിരിച്ചുപോയി. മോന് കുറച്ചൊരു സമാധാനമായി. മോൻ ആ വെള്ളത്തിൽ കുറച്ചേരെ കളിക്കുകയും അമ്മ ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നിട്ട് മോനോട് പറയാണ്, മോനുവേ ഒരുപാട് നേരം വെള്ളത്തിൽ കളിച്ചാൽ എൻ്റെ മോന് അസുഖം വരും. മാത്രമല്ല നമ്മുടെ ഫ്ലോറിൽ ഒരുപാട് നേരം ഈ രീതിയിൽ വെള്ളം നിന്നാൽ നമ്മുടെ ടൈൽസിന് പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ വെള്ളം ഒന്ന് തുടച്ച് വൃത്തിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വർക്കേരിയയിലേക്ക് തിരിച്ചു പോയി ഒരു ബക്കറ്റും അതുപോലെ തന്നെ ഒരു തൂവാലയും എടുത്ത് കൊണ്ടുവന്നിട്ട് മോനോട് പറയാണ്, അമ്മക്ക് കുറച്ച് വർക്ക് ഉണ്ട് അടുക്കളയിൽ, മോൻ എന്ത് ചെയ്യണം, ഈ തൂവാല കൊണ്ട് മോനിനാവുന്നത് പോലെ ഈ വെള്ളമൊക്കെ ഒന്ന് തൂത്തെടുക്കണം, ഈ ബക്കറ്റിലേക്ക് എന്നിട്ട് പിഴിഞ്ഞ് കളയണം എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ വീണ്ടും വർക്ക് ഏരിയയിലേക്ക് പോവാണ്. അമ്മ ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കൃത്യമായി തുടച്ച് വൃത്തിയാക്കി മോനുവിന് വസ്ത്രങ്ങളൊക്കെ മാറ്റി കൊടുത്ത് കഴുകി വൃത്തിയാക്കി മോനുവിന് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് കൊടുത്തിട്ട് അമ്മ പറയാണ്, മോനുവിന് ഇപ്പം എന്താ മനസ്സിലായത്? മോനു ഫ്രിഡ്ജ് തുറന്ന് വെള്ളം എടുക്കാൻ നോക്കിയ സമയത്ത് മോനുവിൻ്റെ കയ്യിൽ നിന്ന് വെള്ളം നിലത്ത് വീണ് മൊത്തം അഴുക്കായി. മോൻ ഇനി എന്ത് ചെയ്യണം? മോൻ മനസ്സിലാക്കേണ്ടത് അമ്മയുടെ കൈ പോലെ മോനുവിൻ്റെ കൈ വലുതായിട്ടില്ല, മോനുവിൻ്റെ കൈ വളരെ ചെറിയ കൈയാണ്. അപ്പോൾ മോനു എന്ത് ചെയ്യണം? ഇനി വെള്ളം എടുക്കുന്ന സമയത്ത് 2 കൈ കൊണ്ട് എടുക്കണം. ഇനി മോനുവിന് കുപ്പിയിൽ നിറയെ വെള്ളമാണ്, മോനുവിൻ്റെ കൈ കൊണ്ട് ആ കുപ്പി എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ മോനു ദാഹിക്കുന്ന സമയത്ത് അമ്മയെ വന്ന് വിളിക്കണം, അമ്മ വന്ന് മോനുവിന് വെള്ളം എടുത്തു തരാം. അങ്ങനെയാണെങ്കിൽ ഇനി ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ മോനുവിന് സംഭവിക്കുകയില്ല എന്ന് ആ അമ്മ സ്നേഹത്തോടെ മോനുവിനെ പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മുടെ വീടുകളിലും ഇത്തരത്തിലുള്ള അവസ്ഥകൾ സംഭവിക്കുമ്പോൾ നമ്മൾ കുട്ടിയുടെ മാനസികമായിട്ടുള്ള അവസ്ഥകളെ പരിഗണിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടെ പെരുമാറി അവരിലൂടെ സംഭവിച്ചു പോയ പ്രശ്നങ്ങളെ പരിഹരിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറണം. ഇവിടെ ഈ കുട്ടിക്ക് എൻ്റെ അമ്മ എനിക്കൊരു പ്രശ്നം സംഭവിച്ചപ്പോൾ എൻ്റെ കൂടെ നിന്നു എന്നുള്ള ഒരു സ്നേഹത്തിൻ്റെ റിസൾട്ട്, ഒരു പോസിറ്റീവായ റിസൾട്ട് ഈ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വീടുകളിലും നടക്കട്ടെ. താങ്ക് യു.